ഡേ ടു ഡേ ഇംഗ്ലീഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാസ് ടു അല്ലെങ്കിൽ ഹാവ് ടു ഉപയോഗിച്ചുള്ളതായ കുറച്ച് സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്യാം. കടപ്പാട്, ചുമതല അല്ലെങ്കിൽ കർത്തവ്യബോധം എന്നിവയൊക്കെ കാണിക്കുവാനാണ് നാം സാധാരണ ഹാസ് ടു അല്ലെങ്കിൽ ഹാവ് ടു ഉപയോഗിക്കുന്നത്. അതായത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് പറയേണ്ടതിന്. ഫോർ എക്സാമ്പിൾ, പോകേണ്ടതുണ്ട്, കാണേണ്ടതുണ്ട്, ചെയ്യേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട് എന്നൊക്കെ നമുക്ക് പറയേണ്ട അവസരങ്ങളില്ലേ? ഇങ്ങനെ പറയേണ്ട സന്ദർഭത്തിൽ നമുക്ക് ഹാസ് ടു അല്ലെങ്കിൽ ഹാവ് ടു ഉപയോഗിച്ചാണ് പറയേണ്ടത്. നമുക്ക് സെന്റൻസുകളൂടെ മനസ്സിലാക്കാം. എനിക്ക് അവിടെ പോകേണ്ടതുണ്ട്. ഐ ഹാവ് ടു ഗോ ദെയർ. ഐ ഹാവ് ടു ഗോ ദെയർ. അവൻ അവിടെ പോകേണ്ടതുണ്ട്. ഹി ഹാസ് ടു ഗോ ദെയർ. ഹി ഹാസ് ടു ഗോ ദെയർ. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹി, ഷീ, ഇറ്റ് എന്നീ സബ്ജക്റ്റുകൾക്കൊപ്പം ഹാസ് ടു എന്നും മറ്റു സബ്ജക്റ്റുകൾ അതായത് ഐ, യു, ദേ, വി ഇവയുടെ കൂടെ ഹാവ് ടു എന്നുമാണ് ഉപയോഗിക്കേണ്ടത്. നമുക്ക് ഒരുമിച്ച് കുറച്ച് സെന്റൻസുകൾ ഉറക്കെ പറഞ്ഞു പ്രാക്ടീസ് ചെയ്യാം. അവൾക്ക് നാളത്തേക്ക് പ്രൊജക്റ്റ് പൂർത്തിയാക്കേണ്ടതുണ്ട്. അത് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? ഷീ ഹാസ് ടു കംപ്ലീറ്റ് ദ പ്രൊജക്റ്റ് ബൈ ടുമോറോ. ഷീ ഹാസ് ടു കംപ്ലീറ്റ് ദ പ്രൊജക്റ്റ് ബൈ ടുമോറോ. നമുക്ക് അടുത്ത ആഴ്ച കോൺഫറൻസിൽ പങ്കെടുക്കേണ്ടതുണ്ട്. വി ഹാവ് ടു അറ്റൻഡ് ദ കോൺഫറൻസ് നെക്സ്റ്റ് വീക്ക്. വി ഹാവ് ടു അറ്റൻഡ് ദ കോൺഫറൻസ് നെക്സ്റ്റ് വീക്ക്. സമയപരിധിക്ക് മുമ്പ് അവൻ അവന്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഹി ഹാസ് ടു സബ്മിറ്റ് ഹിസ് ആപ്ലിക്കേഷൻ ബിഫോർ ദ ഡെഡ് ലൈൻ. ഹി ഹാസ് ടു സബ്മിറ്റ് ഹിസ് ആപ്ലിക്കേഷൻ ബിഫോർ ദ ഡെഡ് ലൈൻ. അവർക്ക് മത്സരത്തിന്റെ നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. They have to follow the rules of the competition. They have to follow the rules of the competition. പുറത്തു പോകുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ ജോലി പൂർത്തിയാക്കണം. I have to finish my work before going out. I have to finish my work before going out. ടീം ഇംപ്രൂവ് ആകുവാൻ പതിവായി പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. The team has to practice regularly to improve. The team has to practice regularly to improve. ബിരുദം നേടുന്നതിന് വിദ്യാർത്ഥികൾ പരീക്ഷയിൽ വിജയിക്കണം. Students have to pass the exam to graduate. Students have to pass the exam to graduate. വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ നമുക്ക് പലചരക്ക് സാധനങ്ങൾ വാങ്ങണം. We have to buy groceries on the way home. We have to buy groceries on the way home. മീറ്റിംഗിനായി അവൻ ഒരു പ്രസന്റേഷൻ തയ്യാറാക്കണം. He has to prepare a presentation for the meeting. He has to prepare a presentation for the meeting. ഞങ്ങൾക്ക് ഈ കാര്യം ചർച്ച ചെയ്യേണ്ടതുണ്ട്. We have to discuss this matter. We have to discuss this matter. നമുക്ക് നേരത്തെ പോകണം. We have to leave early. We have to leave early. അവർക്ക് അവരുടെ മുറി വൃത്തിയാക്കേണ്ടതുണ്ട്. They have to clean their room. They have to clean their room. എനിക്ക് എൻ്റെ ഹോംവർക്ക് പൂർത്തിയാക്കണം. I have to finish my homework. I have to finish my homework. ഞങ്ങൾക്ക് അത്താഴം പാകം ചെയ്യണം. We have to cook dinner. We have to cook dinner. ജോണിന് തൻ്റെ സഹോദരിയെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരണം. John has to pick up his sister from school. John has to pick up his sister from school. നീ അവനോട് ചോദിക്കേണ്ടതുണ്ട്. You have to ask him. You have to ask him. അവൾക്ക് കുറച്ച് പച്ചക്കറി വാങ്ങേണ്ടതുണ്ട്. She has to buy some vegetables. She has to buy some vegetables. അവർക്ക് അല്പനേരം കാത്തിരിക്കേണ്ടതുണ്ട്. They have to wait for some time. They have to wait for some time. അവൾക്ക് ഹെഡ്മാസ്റ്ററെ കാണേണ്ടതുണ്ട്. She has to meet the headmaster. She has to meet the headmaster. നീ നിന്റെ കുട്ടികളെ സംരക്ഷിക്കേണ്ടതുണ്ട്. You have to take care of your children. You have to take care of your children. നിനക്ക് 6 മണിക്ക് മുമ്പ് അവിടെ എത്തേണ്ടതുണ്ട്. You have to reach there before 6 o'clock. You have to reach there before 6 o'clock. എനിക്ക് ഈ ജോലി ചെയ്യേണ്ടതുണ്ട്. I have to do this work. I have to do this work. ഞങ്ങൾക്ക് ഈ കാര്യം ചർച്ച ചെയ്യേണ്ടതുണ്ട്. We have to discuss this matter. We have to discuss this matter. എങ്ങനെയുണ്ട്? എളുപ്പമല്ലേ? നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യത്തെ കുറിച്ച് പറയുമ്പോഴും അല്ലെങ്കിൽ ഐ, യു,
സബ്ജക്ട്സോടൊപ്പം ഹാവ് ടു ഉപയോഗിക്കാം. ഷീ, ഹി, ഇറ്റ് എന്ന് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഹാസ് ടു ഉപയോഗിക്കുക. എന്നാൽ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ എന്തുപയോഗിക്കും? ഹാവ് ടുവിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള ഡോണ്ട് ഹാവ് ടുവും ഹാസ് ടുവിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള ഡസൻ ഹാവ് ടുവും നമ്മൾ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, എനിക്ക് അവിടെ പോകേണ്ടതില്ല. ഐ ഡോണ്ട് ഹാവ് ടു ഗോ ദെയർ. ഐ ഡോണ്ട് ഹാവ് ടു ഗോ ദെയർ. അവൻ അവിടെ പോകേണ്ടതില്ല. ഹി ഡസൻ ഹാവ് ടു ഗോ ദെയർ. ഹി ഡസൻ ഹാവ് ടു ഗോ ദെയർ. മനസ്സിലായോ? ഇനി നമ്മൾ ഒരാൾ പോകേണ്ടതുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ചോദിക്കാൻ പറ്റും? നിനക്ക് അവിടെ പോകേണ്ടതുണ്ടോ? അതെങ്ങനെ ചോദിക്കാം? ഡു യു ഹാവ് ടു ഗോ ദെയർ? ഡു യു ഹാവ് ടു ഗോ ദെയർ? നിനക്ക് അവിടെ പോകേണ്ടതില്ലേ എന്ന് ചോദിക്കാൻ എന്ത് ചെയ്യും? ഡോണ്ട് യു ഹാവ് ടു ഗോ ദെയർ? ഡോണ്ട് യു ഹാവ് ടു ഗോ ദെയർ? അവൻ അവിടെ പോകേണ്ടതുണ്ടോ? ഡസ് ഹി ഹാവ് ടു ഗോ ദെയർ? ഡസ് ഹി ഹാവ് ടു ഗോ ദെയർ? അവൻ അവിടെ പോകേണ്ടതില്ലേ? ഡസൻ ഹി ഹാവ് ടു ഗോ ദെയർ? ഡസൻ ഹി ഹാവ് ടു ഗോ ദെയർ? ഡസൻ ഹി ഹാവ് ടു ഗോ ദെയർ? നമുക്ക് കുറച്ച് സെന്റൻസുകൾ കൂടെ പ്രാക്ടീസ് ചെയ്യാം. നിനക്ക് നിന്റെ യജമാനെ സഹായിക്കേണ്ടതുണ്ടോ? ഡു യു ഹാവ് ടു ഹെൽപ് യുവർ ബോസ്? ഡു യു ഹാവ് ടു ഹെൽപ് യുവർ ബോസ്? നിനക്ക് എത്ര പണം അടയ്ക്കേണ്ടതുണ്ട്? ഹൗ മച്ച് ഡു യു ഹാവ് ടു പേ? ഹൗ മച്ച് ഡു യു ഹാവ് ടു പേ? നമ്മൾ പണം തിരിച്ചടയ്ക്കേണ്ടതുണ്ടോ? ഡു വി ഹാവ് ടു റീപേ ദ മണി? ഡു വി ഹാവ് ടു റീപേ ദ മണി? നിനക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? വാട്ട് ഡു യു ഹാവ് ടു ഡു? വാട്ട് ഡു യു ഹാവ് ടു ഡു? നിനക്ക് ഈ പണം എവിടെ നിക്ഷേപിക്കേണ്ടതുണ്ട്? വേർ ഡു യു ഹാവ് ടു ഇൻവെസ്റ്റ് ദിസ് മണി? വേർ ഡു യു ഹാവ് ടു ഇൻവെസ്റ്റ് ദിസ് മണി? നിനക്ക് ആരെ കാണേണ്ടതുണ്ട്? whom do you have to meet? whom do you have to meet? ഹാഡ് ടു ഉപയോഗിച്ചുള്ളതായ സെന്റൻസുകളാണ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. മുൻകാലങ്ങളിൽ ചെയ്യാനുണ്ടായിരുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴാണ് നാം ഹാഡ് ടു ഉപയോഗിക്കുന്നത്. അതായത് കഴിഞ്ഞുപോയ കടപ്പാട് അല്ലെങ്കിൽ ചുമതല എന്നിവയൊക്കെ കാണിക്കുവാൻ വേണ്ടി നമുക്ക് ഹാഡ് ടു ഉപയോഗിക്കണം. സബ്ജക്റ്റ് ഏതായാലും കുഴപ്പമില്ല കേട്ടോ. എല്ലാ സബ്ജക്റ്റിനോടൊപ്പം നമുക്ക് ഹാഡ് ടു ഉപയോഗിക്കാം. നാം പറയാറില്ലേ, ഇന്ന സ്ഥലത്ത് എനിക്ക് പോകേണ്ടതുണ്ടായിരുന്നു, എനിക്കൊരാളെ കാണേണ്ടതുണ്ടായിരുന്നു, എനിക്ക് ആ കാര്യം അറിയിക്കേണ്ടതുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ മീറ്റിംഗിൽ എനിക്ക് പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു എന്നിങ്ങനെയൊക്കെ. ഇങ്ങനെയൊക്കെ പറയേണ്ടുന്ന സന്ദർഭങ്ങളിലാണ് നാം ഹാഡ് ടു ഉപയോഗിച്ച് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഇന്നലെ അവിടെ പോകേണ്ടതുണ്ടായിരുന്നു. I had to go there yesterday. I had to go there yesterday. എനിക്ക് അവനെ ആശുപത്രിയിൽ കൊണ്ടുപോകണമായിരുന്നു. I had to take him to the hospital. I had to take him to the hospital. മനസ്സിലായില്ലേ? നമുക്ക് കൂടുതൽ സെന്റൻസുകൾ ഉറക്കെ പറഞ്ഞു പ്രാക്ടീസ് ചെയ്യാം. എന്താ, നിങ്ങൾ റെഡിയല്ലേ? എന്നാൽ നമുക്ക് പോകാം സെന്റൻസുകളിലൂടെ. എനിക്ക് മീറ്റിംഗിനായി നേരത്തെ എഴുന്നേൽക്കേണ്ടതുണ്ടായിരുന്നു. I had to get up early for the meeting. I had to get up early for the meeting. പുറത്തു പോകുന്നതിന് മുമ്പ് അവൾക്ക് ഗൃഹപാഠം പൂർത്തിയാക്കേണ്ടതായിരുന്നു. She had to finish her homework before going out. She had to finish her homework before going out. അവർക്ക് അവരുടെ യാത്ര ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. They had to cancel their trip. They had to cancel their trip. കളിക്കുന്ന സമയത്ത് അവർക്ക് കളിപ്പാട്ടങ്ങൾ പങ്കിടേണ്ടി വന്നു. They had to share the toys at play time. They had to share the toys at play time. കളിച്ചതിന് ശേഷം ഞങ്ങൾക്ക് കൈ കഴുകേണ്ടി വന്നു. We had to wash our hands after playing. We had to wash our hands after playing. ഓടുന്നതിന് മുമ്പ് അവൾക്ക് ഷൂസ് കെട്ടേണ്ടതുണ്ടായിരുന്നു. She had to tie her shoes before running. She had to tie her shoes before running. മഞ്ഞിൽ കളിക്കാൻ അവൾക്ക് ഗ്ലൗസ് ധരിക്കേണ്ടി വന്നു. She had to wear gloves to play in the snow. She had to wear gloves to play in the snow. I had to go. എനിക്ക് പോകേണ്ടതുണ്ടായിരുന്നു. I had to go. എനിക്ക് പോകേണ്ടതുണ്ടായിരുന്നു. I had to see. എനിക്ക്
കാണേണ്ടതുണ്ടായിരുന്നു. ഐ ഹാഡ് ടു സീ, എനിക്ക് കാണേണ്ടതുണ്ടായിരുന്നു. ഐ ഹാഡ് ടു ഷോ, എനിക്ക് കാണിക്കണമായിരുന്നു. ഐ ഹാഡ് ടു ഷോ, എനിക്ക് കാണിക്കണമായിരുന്നു. ഐ ഹാഡ് ടു ആസ്ക്, എനിക്ക് ചോദിക്കണമായിരുന്നു. ഐ ഹാഡ് ടു ആസ്ക്, എനിക്ക് ചോദിക്കണമായിരുന്നു. ഐ ഹാഡ് ടു ടോക്ക്, എനിക്ക് സംസാരിക്കണമായിരുന്നു. ഐ ഹാഡ് ടു ടോക്ക്, എനിക്ക് സംസാരിക്കണമായിരുന്നു. ഐ ഹാഡ് ടു സേ, എനിക്ക് പറയണമായിരുന്നു. ഐ ഹാഡ് ടു സേ, എനിക്ക് പറയണമായിരുന്നു. ഐ ഹാഡ് ടു വിസിറ്റ്, എനിക്ക് സന്ദർശിക്കണമായിരുന്നു. ഐ ഹാഡ് ടു വിസിറ്റ്, എനിക്ക് സന്ദർശിക്കണമായിരുന്നു. അവന് കുറെ നേരം കാത്തിരിക്കേണ്ടതുണ്ടായിരുന്നു. He had to wait for a long time. He had to wait for a long time. ഇനി എനിക്ക് അവിടെ പോകേണ്ടതുണ്ടായിരുന്നില്ല എന്നങ്ങനെ പറയാൻ പറ്റും. I didn't have to go there. I didn't have to go there. എനിക്ക് അവിടെ പോകേണ്ടതുണ്ടായിരുന്നില്ല. I didn't have to go there. നിനക്ക് അവിടെ പോകേണ്ടതുണ്ടായിരുന്നോ? അതെങ്ങനെ ചോദിക്കാം? Did you have to go there? Did you have to go there? നിനക്ക് അവിടെ പോകേണ്ടതുണ്ടായിരുന്നില്ലേ? അതെങ്ങനെ പറയാം? Didn't you have to go there? Didn't you have to go there? എങ്ങനെയുണ്ട്? ഈസി അല്ലേ? നമുക്ക് കുറച്ച് സെന്റൻസുകളും കൂടെ നോക്കാം. അതിനു മുമ്പായിട്ട് ഡേ ടു ഡേ ഇംഗ്ലീഷിലൂടെയുള്ള ആദ്യത്തെ വീഡിയോസ് തുടങ്ങി ഇതുവരെയുള്ള എല്ലാ പ്രയോഗങ്ങളും, അതായത് ആശയങ്ങളും ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. നന്നായി ഉറക്കെ പറഞ്ഞു പ്രാക്ടീസ് ചെയ്യാം. എന്നാൽ മാത്രമേ നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയെ നമുക്ക് വികസിപ്പിച്ചെടുക്കുവാൻ കഴിയുകയുള്ളൂ. ദിവസവും അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് ഇതിനായിട്ട് മാറ്റിവെക്കുക. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. തന്നിരിക്കുന്ന ആശയങ്ങൾ ഉപയോഗിച്ച് പുതിയ സെന്റൻസുകളും ഉണ്ടാക്കുവാൻ ശ്രമിക്കുക. ഇനി നമുക്ക് കുറച്ച് സെന്റൻസുകളോട് നോക്കാം. അവന് അവന്റെ പഠനം നിർത്തേണ്ടതുണ്ടായിരുന്നു. He had to discontinue his studies. He had to discontinue his studies. നിനക്ക് കഠിനമായി ജോലി ചെയ്യേണ്ടതുണ്ടായിരുന്നോ? Did you have to work hard? Did you have to work hard? എനിക്ക് അദ്ദേഹത്തെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും സ്വീകരിക്കേണ്ടതുണ്ടായിരുന്നു. I had to receive him from the railway station. അവന് എവിടെയും പോകേണ്ടതുണ്ടായിരുന്നില്ല. He didn't have to go anywhere. He didn't have to go anywhere. അവൾക്ക് ആരെയും ക്ഷണിക്കേണ്ടതുണ്ടായിരുന്നില്ല. She didn't have to invite anybody. She didn't have to invite anybody. നിനക്ക് എന്ത് തീരുമാനമെടുക്കേണ്ടതുണ്ടായിരുന്നു? What decision did you have to take? What decision did you have to take? നിനക്ക് എവിടെ പോകേണ്ടതുണ്ടായിരുന്നു? Where did you have to go? Where did you have to go? നിനക്ക് എപ്പോൾ അവിടെ എത്തേണ്ടതുണ്ടായിരുന്നു? When did you have to reach there? When did you have to reach there? നിനക്ക് എന്ത് ചെയ്യേണ്ടതുണ്ടായിരുന്നു? What did you have to do? What did you have to do? പോകുന്ന വഴിക്ക് എനിക്ക് എന്റെ ഒരു കൂട്ടുകാരനെ സന്ദർശിക്കേണ്ടതുണ്ടായിരുന്നു. I had to visit a friend on the way. I had to visit a friend on the way. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ ലൈക്ക് ഓർ കമന്റ് ചെയ്ത് എന്നെ അറിയിക്കുമല്ലോ. സബ്സ്ക്രൈബ് ഇതുവരെയും ചെയ്തില്ല എങ്കിൽ മറക്കാതെ ചെയ്യണേ. ആ ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. I'm finishing this video here today. Stay well and keep learning English with us. May God bless you.